ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പള്ളിക്കരയ്ക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 250 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ചെങ്കല്ലിൽ പണിതിട്ടുള്ള 4 ബെഡ്റൂമിൻ്റെ വിശാലമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. എറണാകുളം ജില്ലയുടെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാക്കനാടിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളിക്കരയിലാണ് ഈ വീട് വരുന്നത്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 10 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. സ്കൂളുകൾ, കോളേജുകൾ, അമ്പലങ്ങൾ, പള്ളികൾ എന്ന് വേണ്ട എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുന്നിലായി 5 മീറ്ററോളം വീതി വരുന്ന റോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ചുറ്റുമതിൽ നമുക്ക് കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി വരുന്ന വിശാലമായൊരു മുറ്റത്തേക്കാണ്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. കവേഡോട് കൂടി തന്നെയാണ് ഈ ഒരു ഏരിയയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടയാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. അവിടെ ഗ്രാസ് സെറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ചു വരാം. ഇവിടെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും വീടിൻ്റെ ഡയറക്ഷൻ പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ്. ചെറിയൊരു സിറ്റൗട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോറുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണിയിലും ഫ്രണ്ട് ഡോർ തേക്കിലുമാണ്. മറ്റുള്ള ജനലെല്ലാം ഇരുമ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെങ്കല്ലായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള നിർമ്മാണം. 2 സൈഡിലേക്കുമുള്ള ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ള ടൈലുകൾ തന്നെ നമുക്ക് കാണാം. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. നല്ലൊരു പാർട്ടീഷൻ നമുക്ക് കാണാം. ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത ഡൈനിങ് ഹാൾ തന്നെയാണ്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭ്യമാണ്. 1-2 ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാൾ ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയാണ് കിച്ചൻ്റെ നിർമ്മാണം. മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്ക് നമുക്ക് കാണാൻ കഴിയും. ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷനെല്ലാം അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് കിച്ചൻ്റെ 2 ഭാഗമായിട്ട് സെപ്പറേറ്റ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ഇവിടെ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായി ഒരു വാഷ് കൗണ്ടർ ഏരിയ കാണാം. ഈ ഭാഗത്താണ് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ടേബിൾ ടോപ്പോട് കൂടി നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു ഏരിയ കാണാൻ കഴിയും. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമുകളാണ് താഴത്തെ ഫ്ലോറിലായി ലഭിക്കുക. ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമുക്ക് പോവേണ്ടത്. ഈ ഭാഗത്താണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വില്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ വീടുകൾ കംപ്ലീറ്റ് ആയാൽ പെട്ടെന്ന് സെയിലാവുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനി നമുക്ക് മുകളിലെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിന് താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊരു ഡോറ് കാണാം. വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു ഡോറ് തന്നെയാണ്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്.
സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ ഹോളിലേക്ക് വരാം. മുകളിലെ നിലയിൽ ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോള് തന്നെ ഇവിടെ ലഭ്യമാണ്. ഇവിടെ ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക. അപ്പോൾ നമ്മൾ വിശാലമായൊരു ഹോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം മുകളിലെ നിലയിലും ലഭിക്കുന്നുണ്ട്. താഴെ കണ്ട പോലെ തന്നെ ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമുകൾ തന്നെയാണ്. ഇവിടെ കൺസീൽഡോട് കൂടി വരുന്ന കബോർഡ് വർക്ക് കാണാൻ കഴിയും. കൂടാതെ ബേ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ചെങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ വിൻഡോയും സ്റ്റീലിലാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയി തന്നെയാണ് നിർമ്മാണം. ഇനി നമുക്ക് വീടിൻ്റെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. ഈ ഭാഗത്താണ് ആ ഒരു ബെഡ്റൂം വരുന്നത്. ഇതും ഏകദേശം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഈ നേരെ കാണുന്ന വിൻഡോയാണ് ബേ വിൻഡോ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നമുക്കൊരു സിറ്റിംഗ് ഏരിയ ലഭിക്കുന്നുണ്ട്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ബാൽക്കണിയിലേക്കാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിൽ നിന്നും ജസ്റ്റ് 8 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും 250 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള 4.800 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റ് പ്ലസ് 550 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ കിട്ടുന്ന രീതിയിലുള്ള 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 82 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.